ഗർഭിണികളെ നല്ല പോലെ പരിപാലിക്കണം. ഗർഭിണികൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഗർഭിണികൾക്ക് സുരക്ഷിതമായ താമസം കൊടുക്കണം. ഗർഭിണികൾ നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ നല്ലപോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ ഹദ്ദാദ് ചെല്ലണം. ഗർഭിണികൾ ആയത്തുൽ കുർസി കണ്ടമാനം വർദ്ധിപ്പിക്കണം. ഗർഭിണികൾ നല്ലപോലെ സ്വലാത്ത് ചെയ്യണം. സുഖപ്രസവം ആയത്തുൽ കുർസി. എന്താ അതുകൊണ്ട് വേറൊരു നേട്ടമുണ്ട്. എന്താണ്? ഗർഭാശയത്തിൽ നമ്മുടെ പാർട്സുകളൊക്കെ, ശരീരത്തിന്റെ ഓരോ പാർട്സും അത് ഫിറ്റ് ചെയ്തിട്ട് റെഡിയായി വരുമ്പോ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കേൾവിയാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഏതാണ്? കേൾവിയാണ്. ഗർഭാശയത്തിലെ കേൾവി തുടങ്ങും. ഭൂമിയിൽ വന്നാൽ ആദ്യം കേൾവിയാണ്. ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ടാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തുകളിലൊക്കെ ആദ്യം ഖുർആൻ മുന്തിച്ചത് ഇന്ന സമഅ, കേൾവിയാണ്. എന്തുകൊണ്ട്? കേൾവി ആദ്യം തുടങ്ങും ഗർഭാശയത്തിൽ തന്നെ. അപ്പൊ ഉമ്മമാർ എന്ത് ചെയ്യണം? ഗർഭാശയത്തിൽ കുട്ടിയുണ്ട്, കുട്ടി കേൾക്കുന്നുണ്ട്, ഉമ്മ ആയത്തുൽ കുർസി ഓതുക. ഗർഭിണികളെ നല്ല പോലെ പരിപാലിക്കണം. ഗർഭിണികൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഗർഭിണികൾക്ക് സുരക്ഷിതമായ താമസം കൊടുക്കണം. പൂച്ച പ്രസവിക്കാനായാൽ പോലും പൂച്ചക്ക് എന്താവണം? പ്രസവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതാണ് ശറഈന്റെ വിധി. നമ്മൾ വളർത്തുന്ന പൂച്ചയാണോ, നമ്മൾ വളർത്തുന്ന ആടാണോ, നിർഭയമായി പ്രസവിക്കാൻ ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. എന്റെ നാട് നിലമ്പൂരാണ്. ആന പ്രസവിക്കുന്നത് പോയി കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു പെണ്ണാനയ്ക്ക് ഒരു ആണാനയിൽ നിന്ന് ഗർഭമായാൽ, ഒരു പെണ്ണാനയ്ക്ക് ഗർഭമായാൽ പിന്നെ ഈ പെണ്ണാനെ കാണാത്ത ദൂരത്തേക്ക് ആണാന പോകൂല. എന്റെ ഗർഭം പെണ്ണാനയുടെ വയറ്റിലുണ്ട്. ആണാൻ എന്ത് ചെയ്യും? പെണ്ണാനയെ കാത്ത് മൂപ്പര് പിന്നെ വിസർത്തിട്ട് കുവൈത്തേക്കൊന്നും പോകാൻ നിൽക്കൂല. ഇടക്കിടക്ക് സ്ഥലം മാറും. നമ്മളെ കേരളത്തിലെ ആന തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട്ടിലെ ആന ഇങ്ങോട്ട് വരും.